അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ദൈവമേ ആ കൈക്കൂലി വാങ്ങണ്ടായിരുന്നു, കർത്താവേ ആ കള്ളത്തരം കാണിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് വെളിയിൽ നിന്ന് ആരും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാര്യം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണ്, നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയും, മക്കളെ അങ്ങനെ ചെയ്യരുതായിരുന്നു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടെ, സാരമില്ല, അവനോട് ക്ഷമിക്ക്, അവളോട് ക്ഷമിക്ക്, അവളോട് കരുണ കാണിക്ക്. നമ്മുടെ ഉള്ളിലിരുന്ന് കർത്താവ് പറയാൻ തുടങ്ങും, ഉള്ളിലിരുന്ന് പറയും. എന്താണ് അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവാണ് മദർ തെരേസ, അതിനുള്ള തെളിവാണ് കൊച്ചു ത്രേസ്യ, അതിനുള്ള തെളിവാണ് അൽഫോൻസാമ, അതിനുള്ള തെളിവാണ് അന്തോണീസ്, അതിനുള്ള തെളിവാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതിനുള്ള തെളിവാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജീവിതം നയിക്കുന്ന പേര് വിളിക്ക